CPM-ന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? അനുഭവികളാണ്. എവിടുന്നാ? പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി. CPM-നൊപ്പം ഉണ്ടായിരുന്ന CPM-ന് തന്നെയുള്ളൂ കാലാകാലമായിട്ട് വോട്ട് ചെയ്തിരിക്കണേ. ഇനി അൻവറിനൊപ്പം അൻവറിനൊപ്പം ആകാരം. കാരണം അയാൾ സത്യത്തിൻ്റെ ഒപ്പാണ്. അതുകൊണ്ട് അരീക്കോട് അതേപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ്. CPM-നൊപ്പം ആയിരുന്നു. ആയിരുന്നു. മെമ്പറൊന്നുമല്ല. CPM മെമ്പർമാർ വന്നിട്ടുണ്ട് അവിടെ. എവിടെ മെമ്പറാണ് ഞങ്ങള് ഈ അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യാവസ്ഥ നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ട വഴിക്കടവെന്ന്. കാരണം എന്താ വെച്ചാൽ ഒരു സത്യം ഒരാൾ വിളിച്ചു പറയുമ്പോൾ ആ ഒരു സത്യത്തിന് പറഞ്ഞ ആളെ ഒഴിവാക്കിയാണ്ട് മറ്റൊരു രൂപത്തേക്ക് ചെയ്തിട്ട് കാര്യമില്ല. ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന പോലെ. അതെ ഇതിപ്പോ MLA, ഇതിപ്പോ ഈ നിലമ്പൂർ MLA, ഞങ്ങൾ MLA ആണ്, ഞങ്ങൾ വന്നോട് ഞങ്ങൾക്ക് റോഡും തന്ന ആളാണ്. പക്ഷെ ഈ MLA-നെ ചവിട്ടി താത്താൻ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങളൊക്കെ CPM-ന്റെ അനുകൂലിനെയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ MLA ഇല്ലാത്തോളം കാലം ഞങ്ങൾ നിൽക്കും. വഴിക്കട വിഭാഗത്തിന് CPM-ന്റെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ആരും വരുമോ? ഇഷ്ടംമാര് വരുന്നുണ്ട്, ഇഷ്ടംമാര്. ഒരാളെ കോലം കത്തിച്ചേർത്തി ചോദ്യം കത്തൂല. ഒരാളെ CPM-ന്റെ അംഗങ്ങളായിട്ടുള്ള ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ബസ് ആൾക്കാർ പോകുന്നുണ്ട്. 2 ബസ് ആൾക്കാർ പോകുന്നുണ്ട്. CPM പോന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ അതിൽ കൊള്ളായിട്ട് ഞങ്ങൾ അവനാ വണ്ടി എടുത്താണ് പോ നിൽക്കുകയാണ്. പക്ഷെ അതൊക്കെ വരും ചെയ്യും. എല്ലാവർക്കും ഇത് പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് MLA പാർട്ടി CPM ആളുകളോട് വരരുത്, ഇതിൽ പങ്കെടുക്കരുത് പറഞ്ഞിട്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അവനാ തീരുമാനിക്കുന്നതാണ്. ആരങ്ങനെ ഉത്തരവിട്ടിട്ടും കാര്യമില്ല. ഞങ്ങൾ വരും, ഞങ്ങളിത് വിജയിപ്പിക്കും. അൻവർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കും. ഒരു പാർട്ടി ഉണ്ടാക്കിയ നിങ്ങൾ അതിലുണ്ടാവും. നിങ്ങൾ ഏത് പാർട്ടി? നേരത്തെ ഏത് പാർട്ടി? CPI-യും CPM-ഉം ഒക്കെ ഇപ്പൊ അൻവറിനൊപ്പം നിലമ്പൂർ 100% ഉണ്ടാക്കിയാല് ഇനി ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നിടത്തോളം ഞങ്ങളും ഉണ്ടാക്കും. അതന്നെ. അപ്പൊ ഈ പാർട്ടി വലുതാക്കും. അൻവർ ഉണ്ടാക്കണം. എവിടെന്നാ വരുന്നത്? നിലമ്പൂര്. നിങ്ങൾ പാർട്ടി മെമ്പർ ആയിരുന്നു? പാർട്ടി മെമ്പറല്ല, പാർട്ടി അൻവറിന് വേണ്ടി വോട്ട് ചെയ്ത ആളാണ്. അൻവറിനൊപ്പം. അൻവർ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടി. അൻവറിന്റെ സത്യസന്ധമായ നിലപാടിലാണ് ഞങ്ങൾക്ക്. 10,000 ആൾ ഇപ്പൊ കവിഞ്ഞു. 10,000 ആൾക്കാരുണ്ടോ? 10,000 ആൾക്കാരില്ല അല്ലേ? വലിയ വൈഡ് വിഷൽ കാണിച്ച കാണാം. പകുതി പോലും ഇതിന്റെ അകത്തേക്ക് എത്തിയിട്ടില്ല. പകുതി പോലും ഈ ആൾക്കാർ. ഓക്കെ, അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ സ്വാഭാവികമായിട്ടുമുണ്ട്. ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എവിടുന്ന് വരുന്നു? ദൃശ്യം മുകളിൽ നിന്നുള്ള ഒരു ടോപ്പ് ആംഗിൾ ദൃശ്യം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ദൃശ്യം ഒന്ന് പാൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ളത്. 50-100 ആളുകൾ മാത്രമേ അവിടെ എത്തുള്ളൂ എന്നുള്ള വിധത്തിലുള്ള പ്രതികരണമാണ് അൻവർ നടത്തിയത്. പക്ഷേ അത് പരിഹാസ രൂപത്തിലുള്ള പ്രതികരണമായിരുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഒന്ന് മുബഷീർ പി രഞ്ജിത്ത് തുടരുക. മുബഷീർ പി അക്ബറിലേക്ക് കൂടി ഞാനൊന്ന് പോവുകയാണ്. മുബഷീർ, ഇപ്പോൾ ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ആ വേദി ഒന്ന് ക്രമീകരിക്കണം എന്ന വിധത്തിലുള്ള പ്രതികരണം ആ പരിപാടികളുടെ സംഘാടകർ തന്നെ നടത്തിയിരിക്കുന്നു. അത്രയധികം ജനങ്ങളുടെ ബാഹുല്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം CPIM നിലമ്പൂരിൽ അൻവറിൻ്റെ കോലം കത്തിക്കുന്നതിന് എത്ര ആളുകളെ പിടിച്ചോ അല്ലെങ്കിൽ എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നോ അതിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ആളുകളെ അവിടെ അൻവറിന് എത്തിക്കാനായിട്ടുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. അൻവർ എപ്പോഴെത്തും മുബഷീർ? ബിനിൽ, നിലമ്പൂർ തേക്കിനോളം കരുത്ത് തനിക്ക് ഒറ്റക്ക് നിന്നാലും ഉണ്ടെന്ന് തെളിയിക്കുന്ന ആ പാതയിലൂടെ തന്നെയാണ് അൻവർ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം മുതായിലെ വീട്ടിൽ നിന്ന് അല്പസമയം മുമ്പ് ഇറങ്ങി. അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിരുന്നു 50 ആളുകളെന്ന് അങ്ങ് പറഞ്ഞെടുത്ത് ഇപ്പോൾ 500-ലധികം ആളുകളുടെ പങ്കാളിത്തമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചിരിയാണ് ചിരിച്ചത്. ബാക്കി നിലപാടുകളൊക്കെ തന്നെ അവിടെ വേദിയിൽ വെച്ച് പറയാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വഴി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിനിടയിൽ ഇവിടെ PWD റെസ്റ്റ് ഹൗസിൽ അദ്ദേഹം കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മഗ്‌രിബ് നമസ്കാരം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വേദിയിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം ഉൾപ്പെടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായ ഒരു സൂചന അൻവർ നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ തന്നെ ഇത്രയധികം പങ്കാളിത്തം ഉറപ്പുവരുത്താൻ അൻവറിന് സാധിച്ചു എന്ന് പ്രത്യേകം ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. നിരവധി ആളുകൾ തന്നെയാണ് അൻവറിൻ്റെ പരിപാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വഴിനീളെ എടവണ്ണയിൽ നിന്നും ഈ ചന്തക്കുന്നിലേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ വലിയ ബ്ലോക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ നിലയിൽ നിരവധി ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് അൻവറിൻ്റെ
പരിപാടിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ചെറിയൊരു മേഖലയാണത്, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ചെറിയൊരു മേഖലയാണ്. അൻവർ അവിടെ ഒരു തുറന്ന വാഹനത്തിൽ സംസാരിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഔപചാരിക ചടങ്ങുകളോ അത്തരത്തിലുള്ള പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അത് കേൾക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ വരുമെന്ന് അൻവർ പ്രഖ്യാപിച്ചത് അത് തന്നെ സംഭവിച്ചു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം പറയേണ്ടി വരുമെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കൾക്കെതിരെ പുറത്തുവിടുമെന്ന് അൻവർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ച തെളിവുകൾ തന്നെയാണ്. എന്ത് തരത്തിലുള്ള തെളിവുകളായിരിക്കും അൻവർ പുറത്തുവിടുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ഒരു PWD റെസ്റ്റ് ഹൗസിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തിറങ്ങും. അതിനുശേഷം നേരെ വേദിയിലേക്ക് തന്നെയാകും പോവുക എന്നുള്ളതാണ്. നേരത്തെ അവിടെയുള്ള ആളുകളുടെയൊക്കെ തന്നെ പ്രതികരണം കണ്ട സമയത്ത് കൃത്യമായും അൻവറിന്റെ പ്രഖ്യാപനം അതവിടെ ഞാൻ തിരികെ എത്താം. ഇപ്പോൾ